മാധ്യമപ്രവർത്തകൻ, എഴുത്തുകാരൻ, നടൻ. സംവിധാനത്തിന് പദ്ധതിയുണ്ടോ? ഡയറക്ഷൻ വളരെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളൊരു ഫീൽഡാണ്. എനിക്ക് വളരെയധികം താല്പര്യമുള്ളൊരു മേഖലയാണ് സിനിമാ സംവിധാനം എന്ന് പറയുന്നത്. അതിന് ഞാൻ സജ്ജനായി കഴിഞ്ഞാൽ എന്ന് എനിക്ക് തോന്നിയാൽ ഞാനതിൽ ഡെഫിനറ്റായിട്ടും ഐ പ്ലാൻ ടു ഡയറക്റ്റ് എ ഫിലിം. ഒരു ഡ്രീം പ്രോജക്റ്റ് എന്താണ്? ഡ്രീം പ്രോജക്ട്സ് ഒരുപാടുണ്ട്. സിനിമയിൽ ഒരുപാട് പ്രോജക്ട്സ് എനിക്ക് എൻ്റെ ഡ്രീം പ്രോജക്ട്സ് ആയിട്ടുണ്ട്. എനിക്ക് എൻ്റെ പെറ്റ് ഓൺലൈൻസൊക്കെ ഒരുപാട് ഡ്രീം പ്രോജക്ട്സിൻ്റെ ഓൺലൈൻസ് റെഡി ആയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് ഡ്രീം പ്രോജക്ട്സ് ഉണ്ട്. അതൊക്കെ എന്ന് പ്രേക്ഷകർക്ക് കാണാൻ കഴിയും? നമ്മുടെ ഒരു വർക്ക് എന്ന് പറയുന്നത് ഇന്നത്തെക്കുറിച്ച് മാത്രമേ, ഇന്നത്തെ ഈ ദിവസത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം നാളെ സിനിമ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യാം, അതൊന്നും ഞാൻ ബോധപ്പെടില്ല. ഇപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെ പോവുക. ഡ്രീം പ്രോജക്ട്സിന് നടക്കാനുണ്ടെങ്കിൽ നടക്കാനുള്ള വിധിയുണ്ടെങ്കിൽ നടക്കും. പുതിയ പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്? പുതിയ പ്രോജക്ട്സ് അരുൺകുമാർ അരവിന്ദ് ഡയറക്റ്റ് ചെയ്യുന്ന, ഈ അടുത്ത കാലത്തിന് ശേഷം അരുൺകുമാർ അരവിന്ദ് ഡയറക്റ്റ് ചെയ്ത് ഞാൻ എഴുതുന്ന ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്നൊരു ഫിലിമുണ്ട്. അത് മെയിൽ റിലീസാവും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കന്യക ടോക്കീസ് എന്നൊരു സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ജയമോഹൻ എഴുതുന്ന 2 സ്ക്രീൻ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം ഡയറക്റ്റ് ചെയ്യുന്നത് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്, രണ്ടാമത് അരുൺകുമാർ അരവിന്ദൻ്റെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അത് കഴിഞ്ഞ് സിദ്ധാർത്ഥ് ഭരതൻ്റെ സിനിമ ചെയ്യുന്നുണ്ട്. ഈ അടുത്ത കാലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആദ്യം ആ സിനിമ കാണാൻ പ്രേക്ഷകർ വളരെ കുറവായിരുന്നു. ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് സമയമെടുത്തു ആ സിനിമയെ. പക്ഷെ പിന്നീട് സിനിമ വീണ്ടും ചില തിയേറ്ററുകളിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. അതിനെക്കുറിച്ചുള്ള ഒരു അനുഭവം പങ്കുവയ്ക്കുമ്പോൾ താങ്കളുടെ, എനിക്ക് തോന്നുന്നു ഇതുവരെ താങ്കൾ എഴുതിയതിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അത് ബ്രില്യൻ്റ് ആയിട്ട് അരുൺകുമാർ ട്രീറ്റ് ചെയ്യുകയും ചെയ്തു. താങ്കളുടെ സ്ക്രീൻ പ്ലേയും അസാധ്യമാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാം. അത് ഞങ്ങൾ വളരെ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും നമ്മൾ പറയേണ്ട രീതിയിൽ തന്നെ പറയണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് ചെയ്തൊരു സിനിമയാണത്. അപ്പോൾ അതിനൊരു ഷോക്കർ വാല്യൂ ഉള്ള ഫിലിമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം അതൊന്ന് പിക്കപ്പ് ചെയ്യാനൊരു സമയമെടുത്തു. അത് കഴിഞ്ഞ് അത് നല്ല ലെവൽസിൽ വന്നു എന്നുള്ളതാണ്. സാമൂഹ്യ പ്രസക്തമായ ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് കടത്തിവിട്ടിട്ടുണ്ട്. വിളപ്പിൽശാല വരുന്നുണ്ട്, രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഒരു തെരുവിൽ ജീവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതേസമയം വലിയ ഫാമിലിയിൽ നല്ലവൃത്തി ജീവിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുമെങ്കിൽ പോലും അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒരു പോലീസ് ഓഫീസറും പിന്നെ മാധ്യമപ്രവർത്തകയുമായിട്ടുള്ള പ്രണയം വരുന്നുണ്ട്. അതിൽ തന്നെ അവർ ഒളിച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള സബ്ജക്റ്റിലേക്ക് ഇറങ്ങി ചെല്ലാൻ താങ്കളുടെ വായനയെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്? ഡെഫിനറ്റ്ലി. നമ്മൾ TV ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇത്രയും 150 ചാനലിൽ നമ്മൾ ഒരു തവണ സർഫ് ചെയ്ത് പോകുമ്പോൾ തന്നെ പലതരം കോൺഫ്ലിക്റ്റിംഗ് വേൾഡ്സ് ഒരുമിച്ച് നമ്മുടെ മുമ്പിൽ വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതിനെ വളരെ പ്രിസൈസായിട്ട് സ്ക്രീനിൽ കൊണ്ടുവന്ന് കാണിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഈ അടുത്ത കാലത്തിലൂടെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിൽ ചെയ്യാൻ പോകുന്നതും ഈ അടുത്ത കാലത്തുമായിട്ട് യാതൊരു സിമിലാരിറ്റി ഇല്ലാത്ത വേറൊരു സ്ലൈസ് ഓഫ് ലൈഫിനെ കാണിക്കാനാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. ഈ അടുത്ത കാലത്തിൽ ആ കഥാപാത്രം താങ്കൾ തന്നെ തിരഞ്ഞെടുത്തതാണോ അതോ സംവിധായകന്റെ നിർദ്ദേശപ്രകാരം താങ്കൾ തിരഞ്ഞെടുത്തതാണോ? അതൊരു മ്യൂച്വൽ ഡിസിഷനായിരുന്നു. ആ ക്യാരക്ടറിൽ ഒരുപാട് ലേയേഴ്സ് ഉള്ള ക്യാരക്ടറാണ്. ജീവിക്കുമ്പോൾ പോലും അയാൾ അഭിനയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അത് ഒരുപാട് ലേയേഴ്സ് ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ചെയ്യാന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒരുപക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ഒരു നടനും ഏറ്റെടുക്കാത്തൊരു കഥാപാത്രമാണെന്ന് കൂടി വേണമെങ്കിൽ പറയാം. അതായത് ഇമേജിനെ വേണമെങ്കിൽ തെറ്റായ രീതിയിൽ എഫക്റ്റ് ചെയ്യാവുന്ന ഒരു ക്യാരക്ടറാണ്. ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാൾ. അല്ല, താങ്കൾക്ക് അതിന് പേടി തോന്നിയിട്ടില്ലേ? ആ കഥാപാത്രം ഏറ്റെടുത്താൽ ഞാൻ ഇങ്ങനെ ഒരു ടൈപ്പായി പോകും? ഇല്ല, അതൊക്കെ ഓരോ കോൺസെപ്റ്റ്സ് ആണ്. എനിക്കൊരു ആക്ടർ എന്നുള്ള നിലയിൽ ഞാൻ നോക്കുന്നത്, ഞാൻ പറഞ്ഞില്ല നേരത്തെ, നമ്മുടെ ഉള്ളിലെ ഒരുപാട് ആസ്പെക്ട്സിനെ പേർജ് ചെയ്യാനാണ് ആക്ടിങ്ങിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. അതൊരു പ്രോസസ്സ്, അതൊരു മെഡിറ്റേറ്റീവ് പ്രോസസ്സാണ്. അപ്പോൾ അതിനുതകുന്ന കഥാപാത്രങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഓരോ ക്യാരക്ടറും ഒരു മെഡിറ്റേഷൻ പോലെയാണ്. അത് നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് സാധനങ്ങൾ കളയുകയും നമ്മളെ പ്യൂരിഫൈ ഒക്കെ ചെയ്യുന്നൊരു പ്രോസസ്സാണ് ആക്ടിങ്. അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. വളരെയധികം നന്ദി ശ്രീ മുരളി ഗോപി. ഇത്രയും നേരം ഷൂട്ട് ആൻഡ് ട്രാക്കുമായി സഹകരിച്ചതിന് വളരെയധികം നന്ദി. ഭാവി പ്രോജക്റ്റുകൾക്ക് എല്ലാ ആശംസകളും. താങ്ക് യു വെരി മച്ച്.